വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരുന്നു. ഈ ജാമ്യം ലഭിച്ചത് സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. കാരണം ടി.ജിക്കെതിരെ നോൺ ബൈലബിൾ ഒഫൻസ് ചുമത്തണമായിരുന്നു. എന്താണ് കേസ്? ടി.ജി. മോഹൻദാസ് അയാളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ നോൺ ബൈലബിൾ ഒഫൻസ് ചേർക്കണമായിരുന്നു എന്നാണ് നമ്മുടെ കേരളത്തിലെ മാപ്രകളായിട്ടുള്ള ജഡ്ജിമാർ പറയുന്നത്. അല്ല, അതിപ്പം നമ്മൾ അഭിപ്രായം പറയുന്നതിൽ തൂക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ പോക്സോ കേസ് എടുക്കാനായിട്ട് വകുപ്പില്ലല്ലോ. അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം മോഷണ കുറ്റത്തിന് പിടികൂടിയ ഒരാളുടെ പേരിൽ അയാൾ ജാമ്യം കിട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ജാമ്യം കിട്ടി വരുന്നു, ഉടനെ തന്നെ കൊലക്കേസ് അങ്ങ് ചാർജ് ചെയ്ത് തരിക എന്ന് നമുക്ക് പറയാനായിട്ടുള്ള പ്രൊവിഷൻ നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പാണത്. പിന്നെ കോടതിയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ നടന്നു. ആ കാര്യങ്ങൾ, അതായത് കോടതിയുടെ ഈ ജാമ്യാപേക്ഷയിലെ ഈ വിധിയുണ്ടല്ലോ, ഈ വിധിപ്പകർപ്പ് പുറത്തു വരും. ഈ വിധിപ്പകർപ്പ് പുറത്ത് വന്ന ശേഷം നിന്നെ കാണിച്ച് തരാടാ എന്നാണ് കുറേ എണ്ണങ്ങൾ പറഞ്ഞിരുന്നത്. അതായത് ജാമ്യാപേക്ഷയിൽ വിധിപ്പകർപ്പ് പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാം ടി.ജി. മോഹൻദാസ് അവിടെ മാപ്പെഴുതി കൊടുത്ത് ടി.ജി. മോഹൻദാസ് ഉരുണ്ട് ടി.ജി. മോഹൻദാസ് എന്ത് ചെയ്യുന്നത്, അവിടെ കിടന്ന് വലിയ രീതിയിൽ മെഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇവന്മാരൊക്കെ വിചാരിച്ച് വെച്ചിരുന്നത്. അതിനകത്ത് ആ ജാമ്യത്തിൻ്റെ വിധിയുണ്ടല്ലോ, ആ വിധിയിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ എടുത്തിട്ട് ബാക്കി ഇവർ ഇപ്പോൾ ജാർഖണ്ഡിലെ സമരം ഇവന്മാർ കണ്ടില്ല എന്നടിക്കുന്നുണ്ടല്ലോ, അതുപോലെ കണ്ണടച്ചിരിക്കുകയാണ്. അതിനകത്ത് നിന്ന് എടുത്ത കാര്യം എന്താണ്? ടി.ജി. മോഹൻദാസ് അതിനകത്ത് പറഞ്ഞ കാര്യം, എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, പോരാത്തതിന് പാർക്കിൻസൺസ് ഡിസീസുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ട് ജാമ്യം തരണം എന്നുള്ള രീതിയിൽ ടി.ജി. മോഹൻദാസ് അവിടെ വാദിച്ചിരുന്നു. അതിപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വാദിക്കുന്നതാണല്ലോ. നമ്മുടെ ശിവൻകുട്ടിയാണെന്നൊക്കെ അവിടെ പോയി വാദിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആ ഡെസ്ക് ബെഞ്ചൊക്കെ തല്ലിപ്പൊളിച്ച കേസ് അതിനൊക്കെ വാദിക്കുന്ന കണ്ടാൽ സത്യം പറഞ്ഞാൽ പെറ്റതുള്ള സഹിക്കൂല. പോരാത്തതിന് വാദിക്കേണ്ട ആവശ്യമില്ല. കാരണം ജാമ്യത്തിനുള്ളൊരു ഇട ഇവർ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ തന്നെ നെഞ്ചിലിങ്ങനെ കൈവച്ച് അയ്യോ അമ്മ അയ്യോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കറങ്ങി വീഴുമല്ലോ. പിന്നെ ഇവരെ നമുക്ക് നേരെ ഇതിലോട്ട് നോക്കിയാൽ മതി, അതിൽ ആശുപത്രി നോക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മോള് വീണ വിജയനും ഇ.ഡിയോട് ആദ്യം പറഞ്ഞിരുന്നത് എനിക്ക് ദേഹാസ്വസ്ഥ്യമാണ്, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പും ഇല്ല. പുള്ളി പോയി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഉടനെ തന്നെ മാധ്യമങ്ങൾ എഴുതി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതായത് ടി.ജി. മോഹൻദാസ് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്, കുറ്റം സമ്മതിച്ച് ടി.ജി. മോഹൻദാസ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ യുവരാജ് ഗോകുൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. യുവരാജ് ഗോകുലിനോട് ടി.ജി. മോഹൻദാസ് പറഞ്ഞത്, അല്ല എനിക്ക് ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ ഡൗൺ ആവും, അങ്ങനെ ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തല കറങ്ങി വീണെന്നിരിക്കും. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കും. ഷുഗർ ഡൗൺ ആയി അവർ തല ഇറങ്ങി വീഴും. ഭക്ഷണം കഴിക്കാതെ ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ അത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം വേണം, ഒരു മുട്ടായി എങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഒരു മുട്ടായി എടുത്ത് വാക്കാത്തിടുന്നു. ആ മുട്ടായി കഴിച്ച് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ തല കറങ്ങി വല്ലതും വീണ് കഴിഞ്ഞാൽ ഇവിടെയുള്ള മാപ്രകൾ എഴുതി പിടിപ്പിക്കും, കോടതിയിലെത്തിയ ടി.ജി. മോഹൻദാസ് വിധി കേട്ട് ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ എഴുതി. അതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസം ടി.ജി. മോഹൻദാസിനെ പൊരിക്കുക എന്ന് പറഞ്ഞ് ജാമ്യത്തിൻ്റെ വിധി നോക്കിക്കൊണ്ടിരുന്ന യവന്മാർ യഥാർത്ഥത്തിൽ പോലീസിനെ കോടതി എടുത്തിട്ട് പൊരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളൊക്കെ അത് കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് പോലീസിന് നേരെ കോടതി, ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അതായത് സുപ്രീം കോടതിയുടെ യാതൊരുവിധ നിബന്ധനകളും പാലിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ടി.ജി. മോഹൻദാസിനെ ഒന്നാമത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അങ്ങനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ നോട്ടീസ് അയച്ചാൽ ചിലപ്പോൾ പ്രതി ഒളിവിൽ പോയാലോ, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 ദിവസമായി ഈ കേസ് കൊടുത്തിട്ട്, അത് ഒരു സുഡാപ്പി കൊടുത്ത കേസാണെന്നുള്ളതാണ് വേറൊരു കാര്യം. ടി.ജി. മോഹൻദാസ് ഒളിവിൽ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ കോടതി ടി.ജി. മോഹൻദാസിനെ ഒന്ന് നോക്കി, ഇങ്ങേരെ മുഖത്ത് നോക്കിയിട്ടാണ് നീയൊക്കെ ഒളിവിൽ പോകുമെന്ന് പറയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു കോടതിയുടെ നോട്ടം. എന്തായാലും മണികണ്ഠൻ OB എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ വിശദമായിട്ട് ഈ കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശ്രീ ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് ടി.ജിയുടെ അറസ്റ്റ് അനാവശ്യവും നിയമത്തിൻ്റെയും സുപ്രീം കോടതി ഉത്തരവിൻ്റെയും ലംഘനവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി ഉത്തരവിലെ 3 ഖണ്ഡികകളുടെ ഏകദേശം മലയാള വിവർത്തനം ചുവടെ ചേർക്കുന്നു. സതീന്ദർ കുമാർ ആൻഡിൽ വി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ 2026 എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇനി പറയുന്ന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതി പ്രകടിപ്പിച്ച കാഴ്ചപ്പാടുകൾക്ക് ഞങ്ങൾ അംഗീകാരം നൽകുന്നു. കൂടാതെ ഈ ഉത്തരവിൽ ഞങ്ങൾ ഇതിനോടകം നിരീക്ഷിച്ചതുപോലെ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിന് സാധാരണഗതിയിൽ BNS 2023 വകുപ്പ് 35(3) പ്രകാരമുള്ള നോട്ടീസ് പ്രതിക്കോ ബന്ധപ്പെട്ട വ്യക്തിക്കോ നൽകേണ്ടതാണ്. വകുപ്പ് 35(3) പ്രകാരം നോട്ടീസ് ലഭിച്ച ഒരു വ്യക്തി ആ നോട്ടീസിലെ വ്യവസ്ഥകൾ പാലിക്കുകയും അത് തുടരുകയും ചെയ്യുന്നിടത്തോളം കാലം BNS
2023 വകുപ്പ് 35(5) അനുസരിച്ച് രേഖപ്പെടുത്തേണ്ട കാരണങ്ങളാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് അഭിപ്രായമില്ലെങ്കിൽ ഒഴികെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമില്ല. അതിനാൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റത്തിന് BNS 2023 ഈ വകുപ്പ് പ്രതിക്കോ ബന്ധപ്പെട്ട വ്യക്തിക്കോ നോട്ടീസ് നൽകുന്നത് ഒരു പൊതു നിയമവും എന്നാൽ 38(1)(b) വായിക്കേണ്ട വകുപ്പ് 35(6) പ്രകാരമുള്ള അറസ്റ്റ് ഒരു വ്യക്തിപരമായ അപവാദവുമാണെന്ന് പ്രസ്താവിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല എന്നാണ് പറഞ്ഞത്. അതായത് TG മോഹൻദാസിന് നോട്ടീസ് കൊടുക്കുക, നോട്ടീസ് കൊടുത്ത ശേഷം അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുക, അപ്പോഴും പോലീസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് കോടതി പറയുന്നത്. കാരണം ഇതിൽ പോലീസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണെന്നുള്ളതാണ്. ഇനി അടുത്തത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ കേസുകൾക്കും പ്രസ്തുത വിധി ബാധകമാണ്. കൂടാതെ ഇതിന്റെ ബാധകത നിഷേധിക്കാനോ തർക്കിക്കാനോ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിയില്ല. കൂടാതെ പ്രതിയുടെ വാസസ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിനിടയിൽ പ്രതി പ്രസ്തുത വസതിയിൽ ഉണ്ടായിരുന്നുവെന്നും കുറ്റകൃത്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന ഡിജിറ്റൽ തെളിവുകൾ അവിടെ ലഭ്യമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. പ്രതി അവിടെയുള്ള സമയത്താണ് പ്രസ്തുത പരിസരത്ത് പരിശോധന നടത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് തുടർന്നും വ്യക്തമാക്കുന്നുണ്ട്. ഹർജിക്കാരന് ജാമ്യം അനുവദിക്കുന്നതിനെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശക്തമായി എതിർക്കുകയും ഈ ഘട്ടത്തിൽ കോടതി ഇടപെടരുത് എന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണമാണ് നിലവിൽ ഈ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം. അത്തരമൊരു വിഷയത്തിന് നേരെ കണ്ണടയ്ക്കാൻ ഈ കോടതിക്ക് കഴിയില്ല. നിയമം അനുശാസിക്കുന്ന വ്യക്തമായ നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു നടപടിയും തുടരാൻ അനുവദിക്കാനാകില്ല. അങ്ങനെ അനുവദിക്കുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കാൻ പോലീസ് അധികാരികളെ അനുവദിക്കുന്നതിന് തുല്യമാവുകയും അത് നിയമ നടപടികളുടെ ദുരുപയോഗത്തിന് വഴിവെക്കുകയും ചെയ്യും. സുപ്രീം കോടതിയുടെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് പോലീസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലൂടെ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കോടതിക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ജാമ്യ വ്യവസ്ഥകളിൽ എന്നെ സന്തോഷിപ്പിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് TGക്ക് യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പോരാത്തതിന് ഈ കേസ് അന്വേഷണത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഉള്ളടക്കവും ഉണ്ടാകരുതെന്ന നിബന്ധന മാത്രമാണുള്ളത്. ജാമ്യ വ്യവസ്ഥകളിൽ ആ ഭാഗത്തിൻ്റെ ഏകദേശ മലയാള വിവർത്തനം ചുവടെ ചേർക്കുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രതിക്ക് തൻ്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായും നിയമാനുസൃതമായ മാധ്യമ പ്രവർത്തന ആവശ്യങ്ങൾക്കായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇരയെയോ ഏതെങ്കിലും സാക്ഷിയോ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ അവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തിലോ നീതി നിർവഹണത്തിലോ ഇടപെടാനോ ഉള്ള ഉദ്ദേശത്തോടെ ആരോപിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു ഉള്ളടക്കവും പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ കൈമാറുന്നതിനോ അദ്ദേഹം ഏതെങ്കിലും ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് TG മോഹൻദാസിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പോലീസ് തേഞ്ഞ് തള്ളി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ശരി.